ഒരു കഷ്ണം പത്തി കുറച്ച് വെള്ളം ഒറ്റേ എന്നിട്ട് നോക്കട്ടാ ഒരു പീസ് മോനെ വയറ് കിട്ടാ തിന്നാണ്ട് തന്നോ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നീച്ച് തന്നാടാ ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ കുറെ കാലത്തിന് ശേഷം കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വീഡിയോ കുറച്ച് ഗ്യാപ്പുണ്ട്. കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിച്ചു. എന്താണ് സാധനം പറയൂ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള സംഭവമാണ്. ചിക്കൻ, അയ്യോ അതിന്റെ പേര് പറഞ്ഞു, ചിക്കൻ സ്റ്റൂ. ഇടയ്ക്കിങ്ങനെ അതിങ്ങനെ വലിയ കാര്യം കണ്ട. നമ്മൾ നേരെ അതിലേക്ക് കിടക്കാം. അത് ഞാൻ എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനം. ഏത്? ഇതാ? അത് ബനെ ഇത് രണ്ടെണ്ണം കിട്ടിക്കണ്. അപ്പൊ എന്താ അത് പൊട്ടി. അപ്പൊ ബനെ ഉണ്ടായി ഇതേറ്റ കിട്ടി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം വെക്കുക. അതിൽ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം ഇഞ്ചി മുഴുവൻ. ശേഷം നമ്മൾ ഇഞ്ചി ഇത് നിങ്ങള് സ്ലോ മോഷനിൽ കണ്ടുകൊടുട്ടെ. ഞങ്ങള് ഭയങ്കര സ്പീഡിന്റെ ആൾക്കാർ. ഗാർലിക് വെളുത്തുള്ളി ആട്ടാ. അത് കുഴപ്പമില്ല, തെറ്റൂടെയാണല്ലോ ശരി പഠിക്കുക. ഇത് നമ്മൾക്ക് പത്തിരി, ബ്രെഡ്, അപ്പം, വെള്ളയപ്പം, രണ്ടാമത് വെളുത്തുള്ളി, വെളിച്ചെണ്ണ, മറ്റേ സാധനത്തിന് വരുന്ന ഇഞ്ചി, ജിഞ്ചർ ആൻഡ് ഗാർലിക്. ഇത് രണ്ടും കൂടി അത് ഇഞ്ചി സ്ലൈസ് ആയി കട്ട് ചെയ്യുക, ഗാർലിക് അച്ചിരിക്കുക, അത് ഇഞ്ചി വെളുത്തുള്ളി അച്ചിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. ഇഷ്ടം വട്ടയും പാടില്ല. അല്ല കട്ടയും പാടണ ഇതിലേക്ക് പച്ചമുളക്, പച്ചമുളക് മുഴുവൻ, ശുദ്ധമാന ഗ്രീൻ ചില്ലി. മുളക് അറിയുന്നാല് തുടങ്ങിയ സാധനം കാണിച്ചിട്ടേ ഞാൻ പണിയെടുത്ത അപ്പൊ വേർക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്നിനെ പണിയെടുക്കാതെ വേർക്കും. ആരൊക്കെ ഞാൻ വേർക്കാതെ ശരി പൊട്ട AC-ൽ ഇരുന്ന് ശീലം. അത് പറയുന്നത് ഗൈസ്, AC-ലൊക്കെ ഇരുന്ന് ശീലായി. ജനിച്ചു AC-ലാണ്. അവരെ ഇതില് AC-ലാണ്. അത് കാരണം ഒന്നും പറ്റൂല, ചൂട് പറ്റില്ല. ഇനി വലിയ ഉള്ളി, വലിയ ഉള്ളിക്ക് പ്രത്യേകത കേട്ടാ. ഇതേപോലെ ഇത് മറ്റു വീഡിയോയിൽ നമ്മൾ പറയുന്ന പോലെ ഇത് വഴന്ന് മറ്റേ കറുപ്പ് മഞ്ഞ കളർ ആവേണ്ട ആവശ്യമില്ല, സ്വർണ്ണ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതൊരു സ്വർണ്ണ കളറൊന്നും ആവില്ല, മഞ്ഞ കളർ. അതേ ഉദ്ദേശിച്ചത്. അല്ല, ഇടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കട്ടോ എല്ലാവർക്കും. നോക്കൂല. ഇപ്പൊ ഇട്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. ഇനി അടുത്തത് മല്ലിച്ചപ്പ്, വേപ്പിന്റെ ഇല, കറിവേപ്പില 2 ഇല്ലി, 2 ഇല്ലി കറിവേപ്പില. അതെടാ ഇത് ആ പോസല്ല, അത് ഞാൻ ഉദ്ദേശിച്ച ഈ പോസ. റെഡി.
എന്തിന് അപ്പൊ ഇതിലുണ്ട് ഇളക്കാൻ പണിയുണ്ടത് ഇളക്കാൻ അളവൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് അളവൊന്നുമില്ലേ ഗൈസ് ഏത് പൊട്ടനും മണ്ടനും അടകോടനും ഇത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് അമ്മ അത് കൂടുതലൊന്നും കിട്ടൂല അത് ഞാൻ എടുക്കും ഞാൻ ഇത് മറ്റേ ലിക്ക് വിളിക്കുന്ന ആൾക്കാരാ അതുകൊണ്ട് വേറെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അത് എന്തിനാ കേക്കാൻ നിക്കണേ ആയ്. ആ നീ പറയ് എടുക്കണ്ട് പറയും ഈ സംഭവം ഇതാദ്യം ഇടണ്ടായിരുന്നു വരും വരും അത് ഇന്റർനെറ്റ് ഇവിടെ പോയതാട്ടോ ചിക്കൻ സൊക്ക ഇത് ഇന്താ പാത്രത്തിലേക്ക് തട്ടണം അയ്യായി തെറുക്കി തെറുക്കി വളരെ കുറച്ച് ചിക്കൻ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കൂ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. പച്ചയിൽ കിടന്ന അപ്പൊ ഞാനേ പണ്ട് സാധനം എന്താ വിചാരിച്ചറിയോ മകേ എടാ ആ മറ്റേ സാധനടാ ഇവനെന്താ പറയാ മറ്റേ പട്ടാളത്തിൽ നിന്ന് സോറി ക്ഷമിക്കണം ചില ആളുകൾ പോലെയാണ് ഒന്നും പറ പട്ടാളത്തിന് ചില ആൾക്കാർ വന്നാലേ എനിക്ക് കയ്യിൽ ഇത് വെച്ചാ ഇല്ലേ എടാ ഇതൊക്കെ പ്രൊഫഷണൽ കുക്കാണ് അതാണ് പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞാൽ ഇത് പഠിക്കണം അതാ ഞാൻ എന്നോട് പറയാൻ വന്നേ നമ്മൾ ഉപ്പ് കുറച്ച് നോക്കിയപ്പോ കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇടാട്ടാ നോക്കിട്ടില്ലല്ലോ അമ്മ നോക്കി അമ്മ ഒരളവ് പറയാ സ്മെല്ലൊക്കെ ചെലക്ക് അളവൊക്കെ എടുത്തി പോയോ ചിക്കൻ കരിഞ്ഞ ഇതുപോലെ സാപ്പിട്ടാൽ ரொம்ப പ്രമാദം തേങ്ങാപ്പാൽ ഞാൻ എടുത്തു തരാം ആയാ തേങ്ങാപ്പാൽ ക്ഷമിക്കണം ഗായ്സ് ചില സാങ്കേതിക പിഴവ് പ്രകാരം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല അതിന് പകരം അതിന് ഫ്രണ്ടിലാണ് ഒരു മുഴുവൻ ഉരുളങ്കിഴങ്ങ് വലുതായി സോറി ഗൈസ് ചെറിയ കാറ്റാ ആ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യം ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നും ഉപ്പിക്കാതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഇതിനെ പറ്റി വലിയ പിടിയൊന്നും ചെയ്യണതേ രാത്രി 10-12 മണിക്കാട്ടാ അത് റൗണ്ട് ആക്കി 10-12 ഇവരൊക്കെ റൗണ്ട് ആക്കല 12 അങ്ങനെ ശീലം കറക്റ്റ് തന്നേരാ 11:48 അതെന്താ 2:30 കുറച്ച് പട്ടി വാലക്കണായി വേണ്ട പോർന്നു 2:30 കുറച്ച് ഇപ്പൊ ഏത് തോന്നുന്നു കഷ്ടപ്പാടല്ലേ പിന്നെ അവർക്ക് ഗൈസ് ഇപ്പിന് കുറവില്ല ഇത് കുടിക്കാൻ എന്ത് രസം അറിയോ ഇത് നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് അരച്ച് പിഴിഞ്ഞെടുത്തതിൽ രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഞാൻ കുക്കറി ഷോത്തെ പെണ്ണാവട്ടെ അയ്യോ വെള്ളം ചത്തി അത് പറയല്ലേ ഇത് വേറെ അപ്പൊ കേട്ടാ തേങ്ങ കുറവുള്ളതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഇതാണ് തേങ്ങാപ്പാൽ ചിക്കൻ നമുക്ക് ഉപ്പ് നോക്കാം അത് പായസം ഇങ്ങനെ തന്നെ ഉണ്ടാക്കല് ഞങ്ങള് ഭയങ്കര അമ്മയുടെ മേത്താക്കിയ അവിടെ ഫംഗസ് വേറുണ്ട് ഫുള്ള് സെറ്റാണ് ഞങ്ങള് അത് വേണ്ട അത് വേണ്ട എന്തിനാറിയോ ഞങ്ങള് ഹാർഡ് വർക്കാണ് കാണിക്കണം ഈ പണ്ടാറങ്ങി ആവണത് ഇത്ര സാധനം പിടിപ്പിച്ചിട്ട് അടുത്ത ഓഫർ കിട്ടാ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കൊന്നും പയ്യ പറഞ്ഞു പോയി എല്ലാ എടുത്തു പോയോ
ഇതണ്ടാ ഉണ്ടാ ചിക്കൻ കളറണ്ടാ ഇതേപോലെ ആവണ്ടാ അല്ല ആവണടാ ഇതേപോലെ ആയിട്ട് റെഡി ആവട്ടെ. ഇതേമാതിരി ആയോന്ന് കമന്റ് ചെയ്യാം. ഇത് ഇനി അടുത്തതൊന്ന് തിളക്കണേ. ഒന്നാം പാല വെച്ചിട്ടോ ഓർ തളിക്കരുത് ക്ഷമിക്ക അറിവില്ലായ്മ കൊണ്ടാ. ഏകദേശം ഇനി ഉരുളങ്ങ് കുറച്ച് ഉരുളങ്ങ് ചതച്ച എന്താണ് ഇതാക്കി കൊടുക്ക, എന്താ പറയാ ഇങ്ങനെ പൊടിച്ചു കൊടുക്ക. എന്തിനാ പറയാ കുറച്ചൊരു കട്ടിപ്പ് വരാൻ, കുറച്ച് കട്ടിപ്പ് വരാൻ. അതേപോലെ തന്നെ 15 മിനിറ്റ് മതിയാവും ഏകദേശം. എന്നിട്ട് എന്താ അടച്ചു വെക്ക, തുറക്കുക, ഒരു 3 പ്രാവശ്യം അങ്ങനെ ചെയ്യാം. 5-5 മിനിറ്റ് ഗ്യാപ്പിൽ നമുക്ക് ചേർത്തണ്ട എന്താ പറയാ എടുത്ത് വരും. കുരുമുളക് പൊടി അല്ലല്ലേ? ഞങ്ങൾക്കറിയില്ല. കുരുമുളക് ഇടാം. ശേഷം കുരുമുളക് ഗരം മസാല ഭയങ്കര പേക്കുണ്ടാവും. 1/2 സ്പൂൺ ഗരം മസാല. നല്ല സ്മെല്ലായിട്ടാ. ചിക്കന്റെ കളർ ഉണ്ടോ ഗൈസ്? ഇവിടെ ചിക്കന്റെ കളർ മറ്റേ കൂടെ ഒഴിക്കുമ്പോ ഒന്നാം പാല് വല്ലാതെ തിളക്കണ്ട. തിളച്ച് നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു. അല്ല അത് ഒഴിക്കുമ്പോ നോക്കാം, പറഞ്ഞു കൊടുക്കാം. പാൽ ഒഴിച്ചു, ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാമത്തെ പാൽ എടുത്തിക്കോ നീ കേട്ടോ, നീ സ്റ്റൈൽ പിടിച്ചാ കേട്ടോ, നീ കഴിക്കുന്നുണ്ട്. സ്പീഡ് കുറയ്ക്കണം. ഓഫ് ആക്കണത് നമുക്ക് ഉള്ളി കൂട്ടല്ലേ, കുറയ്ക്കേ ഓഫാക്ക. ഈ രൂപത്തിലായാൽ എടുക്കുക, ഈ രൂപത്തിലായാൽ നമ്മളിത് ഓഫാക്കട്ടോ. ഫ്ലേവറിന് വേണ്ടിട്ട് കുറച്ച് മതി, ബാക്കിയാണ് വയറ്റിനുള്ളില. മുന്തിരിയൊക്കെ സാപ്പിട്ടില്ല. സ്മെല്ലട്ടാ. നേരെ വൈകി കാശ്. നമുക്ക് നല്ല പത്തിരി ഉണ്ട്, നല്ല ഗീ റൈസ് ഉണ്ട്, നെയ്ച്ചോറ്. ഇത് ഇടന്റെ അറിയിക്ക് അതിന്റെ ഇടന്റെ അരിഞ്ഞ് കാണിക്കണം മതി. അവന് എന്താ ആ എണ്ണയ്ക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. അയ്യോ ഇതിട്ടപ്പോ തന്നെ പ്രത്യേകിച്ച് നല്ല വീട്ടില് പ്രചോദനം വിളിക്കല്. കേട്ടോ ഇത് കുറച്ച് ബ്രൗൺ കളർ ആവണമെന്നാട്ടോ പറഞ്ഞത്. ഇവിടെ പേര് പറയുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം മാക്സിമം ഒറ്റ പേരാ ഇരിക്കാറ പല പല ദേശത്ത് പല പല പേരാ. അതെ അത് പറയണം. മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി പ്രണു പ്രജു കുറച്ച് പ്രണു എനിക്ക് എന്തൊക്കെ തരം പേര്. അപ്പു ആയ് അപ്പു അപ്പൂസ് പ്രജു എന്താടാ നല്ല പേരെന്താ മോശം. പ്രജിത്ത് പ്രജിത്ത് ആകെ കൊടുക്കില്ലേ പ്രജിത്ത് പ്രജിത്ത് വിളിച്ച് ഒക്കെ വിളിക്കൂ. ഇതൊന്ന് റെഡി ആവട്ടെ. ഇതൊന്ന് ഇങ്ങനെ നല്ല ചോപ്പാവട്ടെ, ആയിട്ട് വരാം. നമ്മളിതാ ഇതാക്കിയ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇടുന്ന നീ ഇത് എടുത്തിട്ട് ഇതിലേക്ക് ഇടും. ഞങ്ങൾക്കൊരു ഇതിന്റെ ഇതാണ്, ആ ഇതിലൂടെ വേണം നമ്മൾ ഇത് ചെയ്യാൻ. എടുക്കടാ സോറി ഗൈസ്. ഇത് കൂടിയൊക്കെ ഇത് ഇളക്കാൻ പാടില്ല കേട്ടാ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് റെഡി 10 മിനിറ്റിന് മൂടി വെക്കാം. നമുക്ക് ബാക്കി സാധനമൊക്കെ റെഡി ആക്കിട്ട് വരാം. എക്സ്ക്യൂസ് മീ, വായിന് വെള്ളം നിന്നുള്ള ചെറുതായിട്ട് പത്തിരി എടുക്കുക. എടുത്തിക്കോയോ? ആ ഡിഷ് ഞാനല്ല
ഇനിയാണ് നമ്മളെ പരിപാടി. ഇങ്ങനെ മറ്റേ സാധനമൊക്കെ നീസ അത് തിന്നാളെ മൂട് കൊണ്ടില്ല പാട്ടുകൾ. വായിന്ന് വെള്ളം വന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ശരിക്ക് എന്താണ് കേട്ടാ കടലായ മക്കളെ ആദ്യൊരു പീസ് അടിച്ചു. എല്ലാരും കണ്ടോളി കടല് മഴ ചെറുതായിട്ടൊക്കെ എടുത്ത് കേട്ടാ. കണക്കാ കാണണ്ടെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല കണ്ടു. ഇങ്ങോട്ട് എല്ലാം എന്തുകളും ഓർഡറാ. എന്തില്ലേ എടുത്ത് തിന്നടാ. എടുത്തോ അവന്റെ കേട്ടെ. അല്ല അതുകൊണ്ട് പത്തിരി ഒരു കഷ്ണം പത്തിരി കുറച്ച് വെള്ളം ഒറ്റേ എന്നിട്ട് നോക്കിട്ടാ ഒരു പീസ് മോനെ വയറ് കാണിക്കിട്ടാ വേറെ തിന്നാണ്ട് തന്നോ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ. വെറുപ്പിക്കാൻ സ്റ്റാൻഡേർഡ് ആവും ഇപ്പൊ പറയും. സ്റ്റാൻഡേർഡ് കൊതി പറ്റണ ഞാനൊരു കഷ്ണം എടുക്കാം. വയലെല്ലാം വരുന്നത് ശരി സ്റ്റാൻഡേർഡ് കൂടിയാ സ്റ്റാൻഡ് കുറച്ച് കൂടി കുറച്ചളാ. അവിടെ നമ്മൾ നാച്ചുറൽ ആയിട്ട് എടുക്കണം. പിള്ളേർ കാണുമ്പോ അത് കണ്ടാ നാച്ചുറൽ ആയിട്ട് തോന്നുന്നില്ല. നോക്കോട്ടാ ഈ ഒരു പത്തിരിക്കുള്ളതാ ഈ ഒരു പീസ് മിക്കത് ഒറ്റ പത്തിരി നോക്കോട്ടോ. ഒറ്റ പത്തിരി പോണ പോക്കണ്ടേ. ഒറ്റ പത്തിരി 2 പത്തിരി തടിക്കണം എനിക്ക്. ഇതൊക്കെ എന്ത് 3 പത്തിരൊക്കെ തടിക്കണം. അതെന്താ അച്ഛനുണ്ട് അച്ഛന് കഷ്ണം നീച്ച ഇതാണ് സ്വർഗം. അമ്മ ഈ സൈഡ് ഞാൻ ഈ സൈഡ് നോക്കി. സൂപ്പർ. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല സൂപ്പർ. ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. യെസ്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ബൈ. ശുഭദിനം.